ഫോൺ അടിക്കണുണ്ടോ? റിയ, റിയ മോളെ, എടി എന്റെ ഫോൺ അടിക്കേണ്ടത് ആരാന്ന് നോക്കിക്കാളെ. ഇവളെടുത്തിട്ടില്ലേ? റിയ ഇവിടെ ഇല്ലേ? എന്റെ ഫോൺ അടിക്കണ്ടടി. അത് ശരി, ഇത് ചെവിയിലും വെച്ചിരിക്ക, പിന്നെ എങ്ങനെ കേൾക്കാനാ? അതടിച്ചു നിന്ന് ഡി. മാമെന്താ പറഞ്ഞേ? കുന്തം. എടി കുരിപ്പ, എന്റെ ഫോണ് കിടന്ന് അടിക്കൽ കൊടുത്തിട്ട് എത്ര നേരായി? അന്നോട് ഞാൻ എപ്പ തുടങ്ങിയത് അതൊന്ന് എടുക്കുന്ന പറയണത്? കണ്ടാ ഉമ്മച്ചിയെ വിളിച്ചിക്കണത്? ആണോ? ഞാന് ചെവിയിൽ ഇത് വെച്ചതുകൊണ്ട് ഒന്നും കേട്ടില്ല. കൊറേ നേരം അടിച്ചിരുന്നാ? അല്ല, വല്യമ്മാന്റെ എന്തെങ്കിലും കാര്യം പറയാനാവോ? വിളിച്ചോക്കി. ആയിരിക്കും. എന്തായാലും ഞാനോണ്ട് വിളിച്ചോക്കട്ടെ. ആ, ഇജ് എവിടെ ഇരുന്ന് കുഞ്ഞോളെ? കൊറേ നേരമല്ലേ ഞാൻ അടിക്കണേ? ഞാൻ അടുക്കളയിലിരുന്ന് സൽമാത്ത. ഫോണ് റിങ് ചെയ്യണത് ഇട്ടിട്ടേ ബെഡ്റൂമിൽ എത്തിയപ്പോഴേക്കും ഓഫ് ആയിക്കണേ. അത് ശരി. ഞാനേ അന്റെ ഫോണിക്ക് വിളിച്ചിട്ട് കിട്ടാതായപ്പോ റിയയുടെ ഫോണിക്ക് വിളിക്കാൻ നിക്കായിരുന്നു. മക്കള് സ്കൂളിട്ട് വന്നില്ലേ? ഓളെന്തേ? ആ, മക്കള് വന്നിക്കണേ. ഇതാ റിയ ഇതെവിടെ തന്നെ ഉണ്ട്. ഞാൻ ഓളോട് ഇപ്പൊ അത് പറഞ്ഞാണ്ടിരിക്കായിരുന്നു. ഇന്റെ ഫോൺ അടിക്കണതേ എനിക്ക് അങ്ങോട്ട് അടുക്കളയൊക്കെ കേൾക്കാണ്ട്. ഞാൻ അവിടെ നിന്ന് ഫോൺ എടുക്കടി എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടേ ആളത് കേട്ടിട്ടില്ല. ചെവിയിൽ എയർപാഡും വെച്ചിട്ട് ഓള് ഇരുന്നിട്ട് റീൽസ് കാണായിരുന്നു. ഫോൺ അടിക്കണത് ഓള് കേട്ടിട്ടില്ല. സോറി. നല്ല കഥ. ഓളെ മണ്ടൊക്കെ ഇട്ടിട്ടൊരു മേട്ടുണ്ട് കൊടുക്ക്. അല്ല, ഷാനുട്ടൻ എവിടെയാ? ഓനും ടാബും നോക്കി കിടക്കുക തന്നെയാണാ? ഷാനുട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിയും കഴിഞ്ഞ് ഇപ്പൊ അതാ കളിക്കാൻ പോയിക്കണേ. ഇവിടെ ദാ സൽമാത്താന്റെ പുന്നാര മോളെ ഇതുവരെ ആയിട്ട് കുളിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ആ ഇട്ട ഡ്രസ്സിലിരുന്ന് ഫോണും പിടിച്ചിരിക്കുകയാണ്. അവ പറയല്ലേ മാമിയെ, ഞാൻ ഇപ്പൊ കുളിച്ച് ഫുഡ് കഴിച്ചോളാം. പറയല്ലേ. പറയാതെ പിന്നെ. ഞാനോട് കോളേജ് കഴിഞ്ഞ് വന്നപ്പോ തുടങ്ങിയതല്ലേ, ഒന്ന് മേലാക്കിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കറിയാന്ന് പറയലോടുത്തിട്ട് ഇജ്ജ് കേട്ടാ? അപ്പൊ ഇത്രയും നേരമായിട്ട് ഓളെ കൂളിയും തിന്നലും ഒന്നും കഴിഞ്ഞിട്ടില്ലേ? ഇജ്ജ് ഫോൺ ഓൾക്ക് കൊടുത്താ? നല്ല കഥ. അനക്ക് കോളായിട്ടുണ്ട് മോളെ. എന്നാ അനക്ക് തരാന്. മടക്കുന്നേ വയറ് നിറച്ചും കേട്ടോളൂ. ആ, നിക്കണ്ട, ചീത്ത അറിയാനല്ലേ. ഞാൻ കുളിക്കാൻ പോയി. ഓളെ എസ്കേപ്പായി സൽമാത്ത. എവിടെ കുളിക്കാൻ പോയാ? ആ, ഓള് ഡ്രസ് എടുത്ത് ഓടി. അല്ല സൽമാത്ത, എന്താ അമ്മാന്റെ പാട്? കുറവില്ലേ? ഇപ്പൊ 7 ദിവസമായില്ലേ മരുന്നും ഇഞ്ചക്ഷനൊക്കെ കയറാൻ തുടങ്ങിയിട്ട്. അതിനുള്ള നല്ല മാറ്റമൊക്കെ കാണാനുണ്ട്. ചിലപ്പോ നാളെ രാവിലെ ഡിസ്ചാർജ് പറയുകക്കാരോ. അങ്ങനെ സിസ്റ്റർ നേരത്തെ വന്നപ്പോ പറഞ്ഞത്. ഈ 7 ദിവസം തന്നെ അമ്മാക്കിപ്പേ 70 ദിവസം പോലെ ആയിട്ടുണ്ടാവും. പാവം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞാലേ ഇമ്മാക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. വീട്ടിൽ എത്ര വയ്യാണ്ട് കിടന്നാലും ഹോസ്പിറ്റലിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ അമ്മക്ക് ഭയങ്കര ബേജാറാണ്. ആ അമ്മ 7 ദിവസം കിടന്നത് തന്നെ എങ്ങനെയാണാവോ. എന്തായാലും നാളെ രാവിലെ ഡോക്ടർ വന്ന് നോക്കല്ലോ. അപ്പൊ പറയേക്കും. ഇനിയിപ്പോ ഉമ്മാനെ ഡിസ്ചാർജ് ആക്കുമ്പോത്തിന് കാക്കാനെ ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വരാണാവും മോളെ. ആ പേടിയിലപ്പൊ ഞാന്. അതെന്തേ? കാക്കാക്ക് എന്ത് പറ്റി? കാക്കാക്ക് അവിടുന്ന് പെരേന്ന് പോരുമ്പോ തന്നെ ചെറിയൊരു ചുമ ഉണ്ടായിരുന്നില്ലേ? ഇവിടുന്ന് ഇപ്പൊ കുറച്ചു ദിവസം വെള്ളം മാറിയതിന്റെ എന്താണെന്നറിയില്ല, ചുമ നല്ലോണം കൂടിക്കണടി. ഇന്ന് രാവിലെ ഇപ്പൊ തുപ്പിയയില് ഇന്നാളത്തെ പോലെ കുറച്ച് ബ്ലഡും കണ്ട്. അന്ന് നാട്ടിലേക്ക് വരുമ്പോ ഉണ്ടായിരുന്നില്ലേ, അതേപോലത്തെ ചുമയാണ് ഇപ്പോ. ഇക്കെന്തോ അത് കണ്ടപ്പോ തൊട്ട് വല്ലാത്തൊരു സമാധാനക്കേട് മനസ്സിന്. അന്നുണ്ടായ പോലെ തന്നെയാണോ? എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിലല്ലേ, ഒന്ന് ഡോക്ടറെ കാണിച്ചു കാരണില്ല സൽമാത്ത? ഇനി അത് വെച്ചങ്ങാണ്ടിരിക്കില്ലേ?
കാണിച്ചിക്കണടി. കാക്കാൻ എന്നാള് കാണിച്ച ഡോക്ടറെ ഇവിടെ വരണുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. ഇന്നിപ്പോ മുപ്പര് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ കുറച്ചേരം മുന്നേ ഇപ്പൊ കാണിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാ ടെസ്റ്റുകൾക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. കാക്ക ചെയ്യാനായിട്ട് എന്റെ ലാബിക്ക് പോയിക്കണ്. ഞാനിവിടെ വരാന്തയിൽ ഇറങ്ങി നിൽക്കുക. ഇവിടെ ആകുമ്പോ ഉമ്മാന്റെ റൂമിക്ക് നോട്ടം കിട്ടും. കാക്ക ലാബിൽ നിന്ന് വരുന്നുണ്ടോന്ന് കാണും ചെയ്യാലോ വിചാരിച്ചിട്ടേ ഇങ്ങോട്ട് ഇറങ്ങി നിന്നതാ. എന്തായാലും ഇനിയിപ്പോ റിസൾട്ട് കിട്ടും വരെ ഒരു സമാധാനക്കേടാണ്. സൽമാത്ത ടെൻഷൻ ആവണ്ട, പേടിക്കും പോലെ ഒന്നും ഉണ്ടാവൂല. ചിലപ്പോ ബ്ലഡ് കണ്ടതേ നന്നായിട്ട് ചുമച്ചതല്ലേ, അങ്ങനെ ആവുമ്പോ ചിലപ്പോ തൊണ്ട പൊട്ടിയാലും അങ്ങനെ ചോര വരാൻ ചാൻസ് ഉണ്ട്. അതായിരിക്കും. എന്തായാലും കാക്കാനോടെ ഇനി ബ്ലഡ് വരണ്ടോന്ന് ശ്രദ്ധിക്കാൻ പറയിട്ടാ. എന്താ മാമിയെ ഇപ്പാക്കെന്താ? ഒന്നുമില്ലടി, കാക്കാക്കേ ഇന്നാളത്തെ പോലെ ചുമ തുടങ്ങിക്കണെന്ന് ആ കാര്യം പറയാണ്. അല്ല ഇവിടെ എന്റെ കുളി ഇത്ര എളുപ്പം കഴിഞ്ഞോ? കാക്കക്കുളിയാണല്ലോ എപ്പോഴും അല്ലേ. കൂടുതൽ സമയം കുളിക്കണതേ ആരോഗ്യത്തിന് നല്ലതല്ലെന്നാ പുതിയ പഠനങ്ങൾ പറയണത്. മാമിയെ ഫോണ് തരുമോ? ഞാൻ ഉമ്മാടൊന്ന് വർത്താനം പറയട്ടെ. ഇനിയിപ്പൊ അങ്ങനൊക്കെ പറഞ്ഞോ. സൽമാത്ത, ഞാൻ റിയക്ക് കൊടുക്കട്ടാ. ഓളത് കാക്കക്കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാ ഇജ്ജ് വർത്താനം പറഞ്ഞോട്, ഞാൻ മോട്ടർ ഒന്നിടട്ടെ. ഹലോ. ആ ഇമ്മ, എന്താ പ്രശ്നം? ഇപ്പാക്ക് എന്ത് പറ്റി? ഒന്നുമില്ല പെണ്ണെ, ഇപ്പാക്ക് ചെറിയൊരു ചുമ. ഇന്ന് ഡോക്ടറെ കാണിച്ചിക്കണ്. ചുമ എന്ന് പറയുമ്പോ അന്ന് നാട്ടിൽ വന്നപ്പോ ഉണ്ടായിരുന്ന പോലെ ബ്ലഡ് എന്തെങ്കിലും കാണുന്നുണ്ടോ ഉമ്മ? ചെറുതായിട്ട്. അത് പിന്നെ ചുമ കൂടിയതുകൊണ്ട് തൊണ്ട പൊട്ടിയതാവുന്നാ ഇപ്പം പറഞ്ഞത്. എന്തായാലും ഡോക്ടർ കുറച്ച് ടെസ്റ്റിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പണ്ട് ലാബിക്ക് പോയിട്ടുണ്ട്. അത് ശരി. ഇമ്മ പോയിരുന്നോ ഉപ്പാന്റെ കൂടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട്? ഡോക്ടർ എന്ത് പറഞ്ഞേ? റിസൾട്ട് കിട്ടിയതിന്റെ ശേഷം ഒന്നും കൂടി കാണിക്കാനാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അല്ലറിയ, ഇജ് കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും നേരമായിട്ട് കുളിച്ചിട്ടും ചോറുന്നിട്ടും ഒന്നുമില്ലേ? ഇജ് ഞങ്ങളില്ല വിചാരിച്ചിട്ട് ഈ ഫോൺ നോണ്ടി കെടുക്കന്നെ. എന്റെ ഷാനുട്ടന്റെ പാട്, രണ്ടാളും പഠിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഒരാള് ടാബിലും ഒരാള് ഫോണിലും ആയിരിക്കും. ഞാൻ കുറച്ചേരം എടുത്തിട്ടുള്ളൂ ഉമ്മ. ഇപ്പൊ വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് കുറച്ചേരം ഇവിടെ കിടന്നപ്പോ ഒന്ന് പാട്ട് കേട്ടെന്ന് മാത്രം. പിന്നെ ഞാൻ ഫോൺ കുറച്ചേരം നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പഠിപ്പിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ പേപ്പറൊക്കെ എനിക്ക് കിട്ടി, നല്ല മാർക്കുണ്ട്. ആണോ? മാഷാ അല്ലാ. അല്ലേലും ഇമ്മാടെ കുട്ടി ഇത്രയും കണ്ട കാലായിട്ട് പഠിപ്പില് ബാക്കിക്ക് നിന്നിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അന്റെ കയ്യിൽ ഇപ്പോഴല്ലേ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടിയതും. അതുകൊണ്ട് അമ്മ ഇടക്കിടക്ക് പിന്നെ അങ്ങനെ പറഞ്ഞത്. ഇജാ ചെക്കനും കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടാ. ചെക്കന്റെ കാര്യം എന്നോട് പറയണ്ടട്ടാ. ഓനെ വീട്ടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇപ്പൊ ടാബ്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോയി ഫുട്ബോള്. രാത്രി കുറച്ചേരം ബുക്ക് എടുത്തിരിക്കാൻ പറഞ്ഞാലേ ഓനക്ക് ഇന്ന ഒരു വിലയില്ല. എന്തായാലും നാളെ രാവിലെ മിക്കവാറും ഞങ്ങൾ അങ്ങോട്ട് വരണുണ്ടാവും. വെല്ലിമാക്ക് ഇന്ന് രാത്രിയും കൂടി ഇഞ്ചക്ഷൻ ഉള്ളൂന്നാ സിസ്റ്റർ പറഞ്ഞത്. നാളെ ഡിസ്ചാർജ് ആയാൽ മതിയായിരുന്നില്ല അമ്മ. ഇപ്പൊ കുറച്ചു ദിവസം തന്നെ നിങ്ങൾ ആരും വീട്ടിലില്ലാഞ്ഞിട്ടേ എന്തൊക്കെയോ പോലെ ഉണ്ട്. പിന്നെ ദുവമുള്ളതാ ആകെ ഒരു ആശ്വാസം. അതിനെ കളിപ്പിച്ചിരിക്കാലോ. പിന്നെ ഞങ്ങൾ നാളെ ഡിസ്ചാർജ് ആവണില്ല വെച്ചാല് എല്ലാരും കൂടി അങ്ങോട്ട് വരട്ടെ, വെല്ലിമാ നിങ്ങളൊക്കെ കാണാലോ. ഇനിയിപ്പൊ നാളെ ഡിസ്ചാർജ് ഇല്ലാച്ചാല് അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി വന്നാ മതി. അല്ലാണ്ട് ഇപ്പൊ വരാൻ നിക്കണ്ട. പിന്നെ ഇന്നാജി വെച്ചാളെ പോയി എന്തെങ്കിലും തിന്നാൻ നോക്ക്. ഇപ്പാനെ കാണാനില്ല, ഞാൻ പോയോക്കട്ടെ. അന്നുമ്മയും കൂടി പോയോക്കി. ഇപ്പൊ ഒറ്റക്ക് പോയി കഴിഞ്ഞാല് ഒന്നും വിട്ടു പറയൂല. റിസൾട്ട് കിട്ടിപ്പാടുമ്പോ വിളിക്കിട്ടാ. റിസൾട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ എന്തായാലും നാളെ ഡിസ്ചാർജ് ആവുകയാണെച്ചാല് പിന്നെ റിസൾട്ട് ആയിട്ട് വന്ന് കാണിക്കേണ്ടി വരും. ഇജ് വെച്ചാളെ എന്നാലിട്ടാ, ഞാൻ പിന്നെ വിളിക്കണ്ട്. ഇപ്പൊ ഇനി ചുമക്കുമ്പോ ബ്ലഡ് കാണുന്നുണ്ടോ നോക്കണട്ടമ്മ, ശ്രദ്ധിക്കോണ്ടിട്ടാ. ശരി എന്നാല്. എന്താടി വെച്ചാ? വെച്ചു മാമിയെ. ഇപ്പൊ ലാബിന്റെ അവിടെ പോയിട്ട് കാണാലോന്നും പറഞ്ഞിട്ടേ ഇമ്മ അങ്ങോട്ട് പോയോക്കട്ടെ എന്ന് പറഞ്ഞേ. എന്താ ഫോണ് എന്നാ ചെന്നിട്ട് എന്തെങ്കിലും തിന്നാൻ നോക്ക്, സമയം ഒരുപാടായി. എന്റെ കുറച്ചോനെ കാക്കാക്ക് ഇനിയിപ്പോ എന്താണാവോ? നാട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ ഇതുപോലെ ഒന്ന് ബ്ലഡ് കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവുകയാണെന്ന് ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ അന്ന് പറഞ്ഞതാ. ആ കാര്യം തന്നെ ഇതുവരെ സൽമാത്താനോടും മക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്തൊക്കെയാണ് വരാൻ പോണത്? എന്റെ പഠിച്ചോന് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോണെന്നായിരുന്നു.
വല്യമ്മ, ഉറങ്ങിയിരുന്നാ? ഉറങ്ങൊന്നല്ല, ഉളികടൊക്കെ സീണാ തോന്നുന്നുണ്ട്. തലക്ക് വല്ലാത്തൊരു മയക്കം പോലെ കൊച്ചേരം ഇങ്ങനെ കിടന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവ് തോന്നുന്നുണ്ടാ? ഇനിയിപ്പോ വലിയ സുഖം തോന്നലൊന്നും ഉണ്ടാവും തോന്നണില്ല എൻ്റെ കുട്ടിയെ. എന്നാലും അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയി ഒരു കുറവൊക്കെ തോന്നുന്നുണ്ട്. അല്ലാ, വല്യമ്മക്ക് നീക്കണാ? ഞാൻ പിടിക്കാം. ഇല്ല വല്ല ആ മതി മതി, വല്യമ്മ അങ്ങനെ ചാരിക്കിടന്നോളാ. വല്യമ്മയുടെ കുട്ടിക്ക് ഇന്ന് കോളേജില്ലേ? ആ ഉണ്ട്, ഇന്ന് കോളേജിലെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഒരു 10-10:30 ആകുമ്പത്തിന് എത്തിയാൽ മതി. പോണേന്റെ മുന്നേ വല്യമ്മാനെ കണ്ടിട്ടൊന്ന് മുണ്ടിട്ട് പോവാലോ എന്ന് വിചാരിച്ച്. അനക്ക് നേരായി തുടങ്ങി അറിയുമോളെ, ഇജ്ജ് പോണില്ലേ? ആ പോവാണമ്മ. ഇന്ന് പിന്നെ ഇച്ചിരി നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ. ഇതമ്മ ചായ. ഇത്രയും ദൂരമുള്ള ഈ പോയറിവ് ഒരു തൊന്തര കുടിച്ച പണി തന്നെയാണ്. എടുത്തെങ്ങാനും കാണിച്ചാല് എന്തോ ഒരു സുഖമാണ് പോയി വരാനായിട്ട്. ഇത് ഈ ട്രെയിനിലും ബസ്സിലും കയറിയ ദിവസവും. അനക്ക് കുറച്ചും കൂടി മുന്നേ കുളിയും കാര്യങ്ങളും കേൾക്കായിരുന്നെങ്കിൽ ഇപ്പാന്റെ കൂടെ ആ വണ്ടിയിൽ പോവാറുന്നില്ലേ? ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ ഇറക്കി തന്നിരുന്നല്ലോ. അല്ലമ്മ, ഇപ്പൊ എന്താന്ന് കാർ എടുക്കാണ്ട് പോയിക്കണ്? അപ്പൊ എങ്ങനെ പോയി? ഇപ്പാക്ക് ചുമ കൂടിയിട്ടേ നേരെ വേണം ഡ്രൈവ് ചെയ്യാൻ കൂടി പറ്റണില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ നിർത്തിയിട്ട് അങ്ങോട്ട് എത്തിക്കണത്. അപ്പൊ ഞാനാ പറഞ്ഞത് ഇന്നൊരു വണ്ടി വിളിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഇനിയിപ്പോൾ അതെന്തൊക്കെ ഇടങ്ങാറാണാവോ. ഒന്നിനു പുറമെ ഒന്നായിട്ട് ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെ, എല്ലായിടത്തെയും സ്ഥിതി തന്നെയാണ്. ആസ്പത്രിയിൽ എന്തോരം മനുഷ്യന്മാരാണല്ലേ. അതൊക്കെ ഇപ്പോൾ ദണ്ണുണ്ടായിട്ട് വന്നവരെന്നല്ലേ. അത് നിങ്ങൾ പറഞ്ഞേ നേരാ. എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും എന്തിന് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ബോർഡും വെച്ചിട്ട് ആരെങ്കിലും ഇരുന്നാലും അവിടെയും തിരക്കന്നെ ഇക്കാരം. അത്രയും രോഗികൾ നാട്ടിലുള്ളതുകൊണ്ട് തന്നെയല്ലേ. അല്ല റിയ, ഇജ്ജ് പോവാൻ നോക്ക്, സമയമായി തുടങ്ങിയില്ലേ? ആ പോവാണ്. എന്നാ ഞാൻ പോട്ടെ വല്യമ്മ. എന്നാ വല്യമ്മാന്റെ കുട്ടി പോയിട്ട് വായോ. അല്ലമ്മ, ഇന്നിപ്പോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ വരിക? ഇപ്പാക്കിന്ന് വിളിക്കാൻ വരാൻ വയ്ക്കുവോ? ഒരുപാട് ടൈം ആവൂലേ? ആ നേരത്തെ ഞാൻ ട്രെയിനിൽ വരണോ? പഠിച്ചോനെ പറഞ്ഞ പോലെ ഇനിയിപ്പോ അതെന്താടി കാട്ടുക? ഈ വൈക്കക്ക് വേറെ കുട്ടികളൊന്നും അവിടെ നിന്ന് വരുന്നില്ലല്ലോ. ഇല്ലേ, ഈ ഭാഗത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ കാട്ടുക? 7 മണി കഴിയും എന്റെ പ്രോഗ്രാം കഴിയുമ്പോത്തിന് തന്നെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് സമയാവൂലേ? അപ്പൊ എന്തിനാ വല്യമ്മാന്റെ കുട്ടി ഈ വക പരിപാടികൾക്കൊക്കെ കൂടാൻ പോയത്? ഇപ്പൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ പേടിയില്ലായിരുന്നു. ഇതിപ്പോ ഇനിയിപ്പോ എനിക്ക് വയ്യാത്തോടത്ത് അന്ന അവിടെ കൊടുന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഇനി എപ്പോഴാപ്പ പെണ്ണിഞ്ഞ് തിരിച്ചു വരിക? വരിയോടെ ഇനി ഇവിടെ ഉള്ളവർക്ക് വല്ല സമാധാനം ഉണ്ടാവുമോ? എന്താ സൽമാത്ത, ആ റിയമോൾ പോയിട്ടില്ലേ? അതെന്നെടി പറഞ്ഞത്. ഓൾക്കിന്ന് കോളേജിൽ പ്രോഗ്രാം അല്ലേ, അത് തീരുമ്പോഴത്തേക്കിന് രാത്രിയാവും. ഓളിഞ്ഞിപ്പോ എങ്ങനെ ആ രാത്രിയിൽ ട്രെയിനിൽ വരിക? അപ്പൊ ഓളന്ന് കാക്ക പോയി കൊണ്ടാന്നല്ലേ ഇന്നലെ പറഞ്ഞിരുന്നത്? കാക്ക പോകൂലേ? ഓനിന്ന് ആസ്പത്രിക്ക് തന്നെ ഓട്ടോസ് വിളിച്ചിട്ടാ പോയിക്കണത്. രാത്രി മൊത്തവും നിർത്താത്ത ചുമക്കലാണ് അവന്. ആസ്പത്രിയിലാവുമ്പോ തന്നെ ഓന്റെ ചുമ കാണുമ്പോഴാ ബാക്കിയുള്ളവർക്ക് ഇടങ്ങറ്. ഇനിയിപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിച്ച് വരുമ്പോരെ വല്ലാത്ത സമാധാനക്കേടാണ്. അതിൻ്റെ കൂടെ ഇപ്പൊ ദബ്ബളത് കൂടി. ഇനിയിപ്പോൾ ഈ പെണ്ണിന്റെ കാര്യത്തിൽ എന്താ കാട്ടാൻ കണ്ടിക്കണ സൽമോ? എങ്ങനെ ഇപ്പോൾ വരിക? ഇന്റെ പ്രോഗ്രാം കഴിഞ്ഞ് നേരാകുമ്പോത്തിന് ഇപ്പാക്കുന്നാല് ഒരു വണ്ടി വിളിച്ചിട്ട് വരാൻ പറ്റുമോ? അങ്ങനെ വെച്ചാൽ പിന്നെ ഉപ്പാന്റെ കൂടെ പോരാലോ. അത്രക്കൊക്കെ ബുദ്ധിമുട്ടണം എന്തിനറിയാ? തൽക്കാലം എനിക്ക് എന്നാല് ഇന്ന് എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സോളെ വീട്ടിൽ നിന്നിട്ട് നാളെ രാവിലെ അവിടുന്ന് ട്രെയിനിൽ കൊണ്ട് പോന്നാ പോരെ? ആ, എന്നാ പിന്നെ ഉമ്മാടെ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റായൊന്നുമില്ലമ്മ.
ഇന്നലെയും കൂടി അമ്മ എന്നോട് പറഞ്ഞേ ഉള്ളൂ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആവൂലേ, അപ്പൊ ആ നേരത്തെ ഈ പോണ്ടല്ലോ, എന്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസം പോയാ പോരേന്നൊക്കെ. പിന്നെ ഞാൻ ഇപ്പൊ വിളിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞേ. എന്നാ പിന്നെ ചെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നിട്ടേ നാളെ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിലുണ്ട് പോരെ. അതാകുമ്പോ സമാധാനത്തിൽ പോരും ചെയ്യാലോ. നാളെ ആണെങ്കിൽ ക്ലാസ്സും ഇല്ല. അത് വേണോ സെൽമുവോ? ആരാ എന്താന്നറിയാത്ത പെരയിലൊക്കെ ഇങ്ങനെ ഒന്നിനാത്രം പോകുന്ന പെൺകുട്ടികളെ നിൽക്കാൻ പറഞ്ഞേക്കണതൊന്നും അത്ര നല്ല കാര്യമല്ല. സ്വന്തക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അപ്പോ. അങ്ങനെ പറഞ്ഞയക്കണ. പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രിയില് ട്രെയിനിൽ അവിടെ നിന്ന് ഒറ്റയ്ക്ക് വരണേക്കാളും നല്ലത് ഇതന്നെയാണ് ഉമ്മ. ഇന്നൊരു ദിവസല്ലേ, പിന്നെ കാക്കാക്ക് വൈകുന്നേരം ഭേദം ഉണ്ടെങ്കിൽ പോയി കൊണ്ടും ചെയ്യാലോ. എന്താ കാട്ടണ്ടുമ്മ? അങ്ങനെ ചെയ്യട്ടെന്നാ. പക്ഷെ എനിക്ക് ഫോൺ എപ്പോഴും എടുത്ത് തന്നെ വെക്കണം കേട്ടാ, ഇടക്കിടക്ക് വിളിക്കും വേണം. ആയിക്കോട്ടെ എന്റെ സെൽമോ. ഇങ്ങനെ പേടിയുള്ളൊരു ഉമ്മയും വല്യമ്മേ ഇത് കണ്ടില്ല മാമിയെ. അല്ലടി, ആ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരുപാട് ആൾക്കാരുള്ള വീടാണാ? അമ്മക്ക് ഉപ്പില്ല, ഓൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മരിച്ചതാ. പിന്നെ അജുക്ക് ഉമ്മയും മാത്രമേ ഉള്ളൂ. അജുക്കേ? അതാരാ? അത് ഈ അമ്ന എന്ന് പറഞ്ഞ കുട്ടിയുടെ കാക്കേടി. ഇവരെ കോളേജിൽ തന്നെയാണ് ആ കുട്ടിയും പഠിക്കണത്, ഇവരെ സീനിയർ ആയിട്ട്. ആ, അന്ന് റാഗിങ്ങിന്റെ ഇടയില് ഇവളൊരു പയ്യെ രക്ഷിച്ചെന്ന് അറിഞ്ഞില്ലേ, അതാണ് ഈ അജുക്കാന്ന് പറഞ്ഞ കുട്ടി. അത് ശരി. അപ്പൊ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞിക്കണാ? അതോ ടൈം ഒരുപാടായി. ഇന്ന് ഞാൻ പോട്ടെ. ഞാൻ പോയിട്ടമ്മ. വലിയമ്മ പോയിട്ടാ. അസ്സലാം വലൈക്കും. അമ്മേ. വലൈക്കും അസ്സലാം. ഇജ് ഫോൺ എപ്പോഴും കയ്യിൽ തന്നെ വെക്കട്ടാ. ആ അമ്മ. ആ പിന്നെ പ്രോഗ്രാമിന്റെ സമയമാകുമ്പോ ഞാൻ ഫോൺ സൈലന്റ് ആക്കും. അപ്പൊ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് രണ്ടും കൂടി നെഞ്ഞത്തടിച്ച് കരയാൻ നിൽക്കരുത് ട്ടാ. കഴിഞ്ഞേക്ക് വിളിക്കാം. ഒരു ചൂട്ടിപ്പാറു. ഇടക്കും തലക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കിക്കൊണ്ടിട്ടേ സെൽമോ. ആസിക്കിന് വൈകുന്നേരം വയ്ക്കുന്നുണ്ടെങ്കിൽ ഓൻ പോയി കൊണ്ടും ചെയ്തോട്ടെ. പറ്റൂലാച്ച മാത്രം നിർത്തിയാൽ മതി അവിടെയൊക്കെ. അല്ല സൽമാത്ത, കാക്കാന്റെ റിസൾട്ട് കിട്ടിയാണാവോ? ഒന്ന് വിളിച്ചോക്കായിരുന്നില്ലേ? ഞാനിപ്പോ കുറച്ചേരം മുന്നേ വിളിച്ചിരുന്നടി. അപ്പൊ റിസൾട്ട് കിട്ടാനാവണുള്ളൂ എന്നാ പറഞ്ഞത്. ഇനിയിപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചു പാട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ സൽമാത്താക്കും കൂടെ പോകാറുന്നില്ലേ? ഇങ്ങനെ വയ്യാത്ത സമയത്ത് എന്തിനാന്ന് അവനെ ഒറ്റക്ക് പറഞ്ഞയച്ചത്? അതിന് എന്റെ കാക്ക കേക്കണ്ട മോളെ. ഇന്നലെ രാത്രി മൊത്തം എന്തൊരു ചുമയിരുന്നെന്നറിയോ? അപ്പൊ തുടങ്ങിയ പറച്ചില്ല ഞാനും വരുന്നു കൂടെയെന്ന് പറഞ്ഞിട്ട് എന്താ കേക്കണ്ടേ? ഒരു റിസൾട്ട് വാങ്ങിയത് ഡോക്ടറെ കാണിക്കാന് 4 ആൾ ആവശ്യമില്ല എന്നും പറഞ്ഞാണ്ട് എന്നോട് തല്ലും പിടിയും കൂടിയിട്ടാ ഇന്ന് ഒറ്റക്ക് പോയത്. ഓന്റെ ചില നേരത്തെ വാസി കാണുമ്പോഴേ ഒരു ചുള്ളല് വെട്ടി അരക്കന്നാക്കി ഇപ്പോട്ട് 2 കൊടുക്കാനാ തോന്നുക. അല്ലെങ്കിൽ ഇപ്പൊ ഓനക്കെന്താ ഈ പെണ്ണിനേറ്റാണ്ട് പോയാല്? അതന്നെ, ഇന്നാണെങ്കിൽ ഇപ്പൊ ഉമ്മാടെ അടുത്ത് ഞാനും ഉണ്ട്. സമാധാനത്തിൽ നോക്കും കൂടിയും പോവായിരുന്നു. അതിനാരോട് പറയാനാണ് മോളെ? ചില നേരത്തെ കാക്കാന്റെ സ്വഭാവം കണ്ടാലേ ഇമ്മ പറഞ്ഞ പോലെ ഒരു ചുള്ളലി വെട്ടി 2 കൊടുക്കാനാ തോന്നുക. എന്തായാലും ഇനിയിപ്പോ കാണിച്ചിട്ട് വരട്ടെ. ഇനിയിപ്പൊ എന്റെ കുട്ടിയുടെ ചുമ മാറാത്തത് എന്താണാവോ? ഇതിപ്പോ ഇന്നലെയും തുടങ്ങിയതൊന്നല്ലല്ലോ. ഇടക്ക് വരും പോവും. നാട്ടിക്ക് വന്ന കാലം തൊട്ടേ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കന്നല്ലേ. അതാ ഇങ്ങളിഞ്ഞ അത് ആലോചിച്ചിട്ട് ബേജാറാവല്ലേ എൻ്റെ അമ്മ. അല്ലെങ്കിലും നിങ്ങളെ BP ഇപ്പൊ നോർമലായി വരണുള്ളൂ. ഇനി വെറുതെ ബേജാറായിട്ട് അത് കൂട്ടാൻ നിക്കണ്ട. ഇതുപോലത്തെ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ബേജാറാവാണ്ടിരിക്കണത് എങ്ങനെ എൻ്റെ കുട്ടിയോളെ? അവനാർക്ക് വയ്യാണ്ട് അവനക്കായി ഇടങ്ങാറാണ് മക്കൾക്ക് വയ്യാണ്ടാവണത് കാണുമ്പോൾ. എൻ്റെ കുട്ടിയാണെങ്കിൽ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഒരു സുഖത്തേക്കോ സന്തോഷത്തേക്കോ ഒന്ന് ജീവിച്ച് തുടങ്ങണുള്ളൂ. അപ്പാണെങ്കിൽ തടിക്കും സുഖമില്ലാണ്ടാവുക. എന്നാ വന്നതൊന്നും കിടക്കൊന്ന് വേഗം മാറി കിട്ടിയാൽ മതിയായിരുന്നു. പേടിക്കാനൊന്നും ഉണ്ടാവില്ലമ്മ. ഇതിപ്പോ കാക്കാക്ക് ചെറിയൊരു ചുമ ഉണ്ടായിരുന്നതല്ലേ, അതിന്റെ കൂടെ ഇപ്പൊ ആശുപത്രിയിലത്തെ വള്ളം മാറി കുളിക്കലും കൂടി ആയപ്പോഴേ കൂടിയതാവും. വേറെ പേടിക്കാനൊന്നും ഉണ്ടാവൂല. അല്ല, ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ, സാധനം ഉണ്ട് അടുപ്പത്ത്.